നമസ്കാരം. 2026 വേൾഡ് കപ്പ് എന്ന് പറഞ്ഞാൽ സംഭവ ബഹുലമാണ് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല. കാരണം അത്തരത്തിലുള്ള ഒരുപാട് കാര്യങ്ങൾ ഈ വേൾഡ് കപ്പ് മത്സര വേദികളിൽ നമുക്കൊക്കെ കാണാനായി. രാഷ്ട്രീയ വിഷയങ്ങൾ അത് അവതരിപ്പിക്കാനുള്ള അത്തരത്തിലുള്ള വിഷയങ്ങൾ കൊണ്ടുവരാനുള്ള വേദിയല്ല ഈ വേൾഡ് കപ്പ് മത്സര വേദി എന്ന് ഫിഫ നേരത്തെ തന്നെ പറഞ്ഞതാണ്. എന്നാൽ ചില ആളുകൾ അതൊക്കെ കാറ്റിൽ പറത്തി അവർക്ക് പറയാനുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു. രാഷ്ട്രീയ വിഷയങ്ങളൊക്കെ ഈ മത്സരവേദികളിൽ അവർ ഉന്നയിച്ചു. അർജന്റീന ഇംഗ്ലണ്ട് സെമി ഫൈനൽ മത്സരം, ഈ മത്സരം കഴിഞ്ഞ സമയത്ത് അർജന്റീന ഒരു പടുകൂറ്റൻ ബാനർ ഇവിടെ ഈ മത്സരവേദിയിൽ അവരത് ഉയർത്തിപ്പിടിച്ചു. അതായത് 1982 സമയത്ത് അർജന്റീനയും UK തമ്മിലൊരു യുദ്ധം നടന്നിട്ടുണ്ട്. ഫോക്ലാൻഡ് ദ്വീപുകളുടെ അവകാശ തർക്കവുമായി ബന്ധപ്പെട്ടാണ് ആ യുദ്ധം. ആ വിഷയമാണ് ഈ ബാനർ ഉയർത്തിപ്പിടിച്ചതിലൂടെ അർജന്റീന ലോകത്തിന്റെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവന്നത്. അത്തരത്തിലുള്ള വിഷയങ്ങൾ കൊണ്ടുവരാൻ പാടില്ല എന്ന് ഫിഫ നേരത്തെ തന്നെ പറഞ്ഞതാണ്. ഫിഫയുടെ ആ ഉത്തരവ് മറികടന്ന്, ആ നിയന്ത്രണം മറികടന്ന് ഇത്തരത്തിലൊരു വിഷയം കൊണ്ടുവന്നതിന്റെ ഭാഗമായി ഈ കളിക്കാർക്കെതിരെ അന്വേഷണം ഉണ്ടാകും എന്നൊരു വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. മറ്റൊന്ന്, ഈജിപ്തിന്റെ പരിശീലകൻ ഫലസ്തീന്റെ പതാക ഉയർത്തിപ്പിടിച്ച ഒരു വിഷയമാണ്. എന്തായാലും ലോകം ആവശ്യപ്പെടുന്ന ഒരു വിഷയമാണ് ഈ ഫലസ്തീന്റെ സ്വാതന്ത്ര്യം. അതേസമയം അർജന്റീന ഉയർത്തിപ്പിടിച്ചത് അവരുടെ ഒരു സ്വാർത്ഥ താല്പര്യമാണ്. അത്തരത്തിലാണ് ഈ രണ്ട് വിഷയങ്ങളെയും നോക്കിക്കാണുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം എന്ന് പറയുന്നത്, നമ്മുടെ പഴയ ആളുകളൊക്കെ പറയാറുണ്ട്, കൂട്ടുകെട്ട് നന്നായാൽ എല്ലാം നന്നായി, കൂട്ടുകെട്ട് മോശമായാൽ ചിലപ്പോൾ കാര്യങ്ങളൊക്കെ കൈവിട്ടു പോകും. കൂട്ടുകാരൻ മോശക്കാരനാണെങ്കിൽ കൂട്ടുകാരൻ ചെന്ന് ചാടുന്ന പരാജയങ്ങളിൽ അല്ലെങ്കിൽ പടുകുഴികളിൽ ഇപ്പുറത്ത് കൂടെ നിൽക്കുന്ന ആളുകളും ചെന്ന് ചാടും. അതായത് അർജന്റീന എന്ന് പറയുന്ന രാജ്യം എന്നും ഇസ്രായേലിനെ പിന്തുണക്കുന്ന രാജ്യമാണ്. ഇതൊക്കെ ആളുകൾക്ക് അറിയാം. എങ്കിൽ കൂടെ പലരും ഇസ്രായേലിനോട് വിരോധമുണ്ടെങ്കിലും വിയോജിപ്പുണ്ടെങ്കിലും അർജന്റീനയെ പിന്തുണക്കുന്ന കാര്യത്തിൽ അവർക്കൊന്നും അഭിപ്രായ വ്യത്യാസം ഉണ്ടായിരുന്നില്ല. ഒരുപാട് ആരാധകർ അർജന്റീനക്ക് ലോകത്തെമ്പാടുമുണ്ട്, കൊച്ചു കേരളത്തിലുമുണ്ട്. എന്നാലും ഏറ്റവും അവസാനം ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു അർജന്റീനയുടെ ജേഴ്സിയൊക്കെ ഉയർത്തിപ്പിടിച്ച് എന്റെ പിന്തുണ അർജന്റീനക്കാണെന്ന് പറഞ്ഞ് രംഗത്തെത്തി. എന്തായാലും അർജന്റീന പരാജയപ്പെട്ടു. കൂട്ടുകെട്ട് നന്നായില്ലെങ്കിൽ ഇത്തരത്തിലുള്ള വലിയ പരാജയങ്ങൾ സംഭവിക്കും. ബെഞ്ചമിൻ നെതന്യാഹു എന്ന് പറഞ്ഞ ഒരു ഭൂലോക പരാജയവുമായിട്ടാണ് അർജന്റീന കൂട്ടുകൂടിയത്. അല്ലെങ്കിൽ അത്തരത്തിലൊരു ഭൂലോക പരാജയമാണ് അർജന്റീനയെ പിന്തുണച്ചത്. ഈ പരാജയം അതിന്റെ ഭാഗമായിട്ടാണ് എന്ന് പറയുന്ന ഒരുപാട് ആളുകളുണ്ട്. അതുപോലെ തന്നെ ട്രംപിനെ പോലെ ഇന്നലെ അർജന്റീന ഗ്രൗണ്ടിലും അവരുടെ ധാർഷ്ട്യം കാണിച്ചു. ഇതുവരെ കാണാത്ത ഒരു മുഖമാണ് കണ്ടത് എന്നൊക്കെ അഭിപ്രായമുള്ള ആളുകളുമുണ്ട്. അതേസമയം സ്പെയിൻ നന്നായി കളിച്ചു, അർജന്റീന കബഡി കളിക്കും പോലെയാണ് കളിച്ച് എന്ന് അർജന്റീനയുടെ ആരാധകർ തന്നെ അവർ സമൂഹ മാധ്യമങ്ങളിലൊക്കെ അത്തരത്തിലുള്ള ചില അഭിപ്രായങ്ങൾ പങ്കുവച്ചിട്ടുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, ധാർഷ്ട്യക്കാരനായിട്ടുള്ള ട്രംപ്, അങ്ങനെയാണ് ലോകം ട്രംപിനെ നോക്കിക്കാണുന്നത്. മറ്റു ചില പേരുകൾ ട്രംപിനെ കുറിച്ച് ചില ആളുകൾ പറയുന്നുണ്ട്. ആ വിഷയത്തിലേക്ക് ഞാൻ പോകുന്നില്ല. ട്രംപിനെ അവഗണിച്ചു. സ്വന്തം നാട്ടിൽ ട്രംപിനെ വില കൽപ്പിച്ചില്ല. ട്രംപിന് കൈകൊടുക്കാൻ പോലും ചില കളിക്കാർ തയ്യാറായില്ല എന്ന വാർത്തകളും ഇവിടെ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നുണ്ട്. ഒരു പരിധിവരെ അത് സത്യമാണ് താനും. ഇവിടെ സ്പെയിനിന്റെ കളിക്കാരൻ ലമീൻ യമാൽ എന്ന് പറയുന്ന 19കാരനായിട്ടുള്ള കളിക്കാരൻ, അദ്ദേഹം ഇവിടെ വേദിയിലേക്ക് കയറി ചെല്ലുന്ന സമയത്ത് ട്രംപ് കൈ കൊടുക്കുന്നതിന് വേണ്ടി ശ്രമിക്കുന്നുണ്ട്. ആദ്യം ആ കൈ സ്വീകരിക്കാൻ ലമീൻ യമാൽ തയ്യാറായില്ല. അതുപോലെ തന്നെ അർജന്റീനയുടെ ചില കളിക്കാരും ആ കൈ സ്വീകരിക്കാൻ തയ്യാറായില്ല. അവർക്കും ചില അഭിപ്രായ വ്യത്യാസങ്ങൾ ട്രംപുമായിട്ടുണ്ട്. ഇന്ന് ലോകത്ത് ഏറ്റവും കൂടുതൽ ആളുകൾ പരിഹസിക്കുന്ന, ട്രോളുന്ന ഒരു കഥാപാത്രമാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഈ സാഹചര്യം ഇവിടെ നിലനിൽക്കുമ്പോഴാണ്, അത്തരത്തിലുള്ള ചർച്ചകൾ നടക്കുമ്പോഴാണ് സ്വന്തം നാട്ടിൽ കപ്പ് കൊടുക്കാൻ വന്ന ട്രംപിനെ ഇവിടെ അവഗണിച്ചുകൊണ്ട് ഫുട്ബോൾ കളിക്കാർ അവർ മുന്നോട്ട് പോകുന്ന ചില ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങൾ പങ്കുവച്ചിരിക്കുന്നത്. എന്തുകൊണ്ടും 2026 ഫുട്ബോൾ വേൾഡ് കപ്പ് സംഭവ ബഹുലമാണ് എന്ന് പറയാതിരിക്കാൻ നമുക്ക് കഴിയില്ല.